Hi dear students, welcome to my class. So, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടു ഫേസ് മെത്തേഡാണ്. ഒരു LPP പ്രോബ്ലം എങ്ങനെ ടു ഫേസ് മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ഇതൊരു സിംപ്ലെക്സ് മെത്തേഡാണ് വരുന്നത്. അതിനെങ്ങനെ നമുക്ക് ടു ഫേസ് മെത്തേഡിലോട്ട് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് നേരെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഡിസ്കഷനിലോട്ട് പോകാം. In this session we are going to discuss about the topic the method of finding the solution of an LPP problem. Here we discuss about the method two-phase method. Before going to our discussion, LPP problem തരുമ്പോൾ അതിൽ വന്നിരിക്കുന്ന കൺസ്ട്രെയിൻസിൻ്റെ സൈൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ we add the slack variables and convert the inequalities to equations അല്ലേ. നിങ്ങൾ സിംപ്ലെക്സ് ടേബിൾ വെച്ചിട്ട് അത് സോൾവ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ആ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. അത് കാണാത്തവരെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? വി സബ്ട്രാക്ട് സർപ്ലസ് വേരിയബിൾസ് ആൻഡ് ആഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഫ്രം ദ ഗിവൻ കൺസ്ട്രെയിൻസ്. ഓക്കെ, സോ അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ ആ ഇനീക്വാളിറ്റീനെ ഇക്വാളിറ്റി ആക്കാനായിട്ട് സർപ്ലസ് വേരിയബിൾസ് സബ്ട്രാക്റ്റ് ചെയ്യുന്നതിൽ നിന്നും അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആഡ് ചെയ്യുന്നു. സോ ഓക്കെ, അതിനുശേഷം അത് സോൾവ് ചെയ്യുന്ന മെത്തേഡ് ഒരു മെത്തേഡ് നമ്മൾ കണ്ടു. ഇവിടെ രണ്ട് മെത്തേഡ് ഉണ്ട് കണ്ടോ, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിളാണ് വരുന്നതെങ്കിൽ ദർ ഈസ് ടു മെത്തേഡ് ടു സോൾവ് the LPP problem. The first method is two-phase method and the other method is bigger method. Bigger method നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടു ഫേസ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ടു ഫേസ് മെത്തേഡ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു LPP പ്രോബ്ലം ടു ഫേസ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ രണ്ട് ഫേസസിലായിട്ടാണ്, ടു ഫേസ് എന്ന് പറയുമ്പോൾ രണ്ട് ഫേസസിലായിട്ടാണ് നമ്മുടെ LPP പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. സോ അപ്പോൾ അതിൽ ആദ്യം തന്നെ തന്നിരിക്കുന്ന LPP പ്രോബ്ലത്തിൻ്റെ മാക്സിമൈസേഷനിലോട്ട് മാറ്റുക. മാക്സിമൈസേഷൻ ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, അല്ലാത്ത കേസിൽ അതിനെ മാക്സിമൈസേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഫസ്റ്റ് ഫേസിൽ സോൾവ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസിൻ്റെ കോഎഫിഷ്യൻസ് എങ്ങനെ എടുക്കും നോക്കാം. അതിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് -1 ആയിട്ട് ചൂസ് ചെയ്യുക. ബാക്കി വരുന്ന എല്ലാ വേരിയബിൾസിൻ്റെയും കോഎഫിഷ്യൻറ്റ് 0 ആയിട്ട് ചൂസ് ചെയ്യുക. ആ വേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹിയർ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഹാവ് ആൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് -1. മാക്സിമൈസേഷൻ പ്രോബ്ലത്തിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അതിൻ്റെ കോഎഫിഷ്യൻസ് ചൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ മാക്സിമൈസേഷൻ പ്രോബ്ലത്തിലോട്ടാവുമ്പോഴേക്കും ആർട്ടിഫിഷ്യൽ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ഇൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ -1 ചൂസ് ചെയ്യുക. അതുപോലെ ദ അതർ വേരിയബിൾസ് ഹാവ് ആൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് 0. സോ അതുപോലെ സെക്കൻഡ് ഫേസിലോട്ട് പോകുമ്പോൾ phase 2 original objective coefficients are introduced in the final table of phase 1 and the objective function is optimized. അതായത് phase 2ൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വേരിയബിൾസിൻ്റെ ഒറിജിനൽ കോഎഫിഷ്യൻസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആണ് സോൾവ് ചെയ്ത് വരുന്നത്. സോ അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് കോൺസെപ്റ്റ് കൂടുതൽ ക്ലിയർ ആകും. ഓക്കെ, ഈസ് മിനിമൈസ് z ഈക്വൽ ടു 3x1 + 4x2 സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് 2x1 + 3x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8, 5x1 + 2x2 greater than or equal to 12, x1, x2 greater than or equal to 0. The question is solve this LPP problem by two-phase method. Here the constraints are of the sign greater than or equal to. So we want to convert this inequalities to equations. സോ അപ്പോൾ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഇക്വാളിറ്റി ആക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? സോ ഹിയർ വി ഇൻട്രൊഡ്യൂസ് ദ സർപ്ലസ് വേരിയബിൾസ് ആൻഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. നമ്മൾ ഹിയർ വി ഹാവ് two equations, here we have two constraints. Okay, so the number of surplus variables and artificial variable depends on the number of constraints. Okay, എത്ര സർപ്ലസ് വേരിയബിൾസും എത്ര ആർട്ടിഫിഷ്യൽ വേരിയബിൾസും വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത് അതിൽ എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ 2 കൺസ്ട്രെയിൻസിലുള്ളത്. സോ അപ്പോൾ നമുക്ക് 2 സർപ്ലസ് വേരിയബിളും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ആർട്ടിഫിഷ്യൽ വേരിയബിൾസും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഇത് നമ്മൾ ഈ ഇക്വാളിറ്റി ആക്കുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇത് എഴുതുകയാണ് 2x1 + 3x2
ഇവിടെ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ സർപ്ലസ് വേരിയബിൾസിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. സോ അപ്പോൾ -s3, ദെൻ ആഡ് ആൻ ആർട്ടിഫിഷ്യൽ വേരിയബിൾ to the left side, so this becomes 2x1 plus 3x2 minus s3 plus a1 equal to 8. The second constraint become 5x1 plus 2x2 minus s4 plus a2 equal to 12. Okay, and the non-negativity restrictions are x1, x2, and the introduced variables s3, s4, a1, a2 should be greater than or equal to 0. So അപ്പോൾ കൺസ്ട്രെയിൻസിന് നമ്മൾ ചേഞ്ച് ചെയ്തു. ഇനി വാട്ട് അബൌട്ട് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ? ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വന്നിരിക്കുന്ന മിനിമൈസ് z ഈക്വൽ ടു സംതിങ്. ആദ്യം നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എഴുതാം. ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ബിക്കംസ് മിനിമൈസ് z ഈക്വൽ ടു 3x1 പ്ലസ് 4x2. ഇനി എന്താ ചെയ്യേണ്ടത്? ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എഴുതാം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലോട്ട് എഴുതുമ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻസ് 0 ആയിട്ട് ചൂസ് ചെയ്യുക. സോ പ്ലസ് 0s3 പ്ലസ് 0s4 ആൻഡ് വാട്ട് അബൌട്ട് ദ കോഎഫിഷ്യൻ, വാട്ട് അബൌട്ട് ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്? ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഇങ്ങടേക്ക് എഴുതുമ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻസ് 1 ആയിട്ട് ചൂസ് ചെയ്യുക കേട്ടോ. കോഎഫിഷ്യൻസ് 1 ആയിട്ട് ചൂസ് ചെയ്യുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ബിഗ് മെത്തേഡിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്തത് ക്യാപിറ്റൽ M ആയിരുന്നു അല്ലേ? ഓക്കെ, സോ അപ്പോൾ ഇവിടെ ടു ഫേസ് മെത്തേഡിലോട്ട് വരുമ്പോൾ ചൂസ് ദ കോഎഫിഷ്യൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ 1. ഓക്കെ, +1. സോ ദിസ് ബിക്കംസ് a1 പ്ലസ് a2. ഓക്കെ, ഇനി നമ്മൾ സിംപ്ലെക്സ് മെത്തേഡ് വെച്ചിട്ടാണല്ലോ സോൾവ് ചെയ്യുന്നത്. സിംപ്ലെക്സ് മെത്തേഡ് സോൾവ് ചെയ്യാനായിട്ട് കൺവേർട്ട് ദ മിനിമൈസേഷൻ ടു മാക്സിമൈസേഷൻ. അപ്പോൾ മിനിമൈസേഷൻ മാക്സിമൈസേഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ദ കോഎഫിഷ്യൻസ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ബൈ -1. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻസിനെ -1 വെച്ച് മൾട്ടിപ്പിൾ ചെയ്താൽ മിനിമൈസേഷനെ മാക്സിമൈസേഷനിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ ഫൈനലി ദ സ്റ്റാൻഡേർഡ് ഫോം ഈസ് maximize z equal to -3x1 minus 4x2 plus 0s3 plus 0s4 minus a1 minus a2 subject to the constraints. The constraints are of the form 2x1 plus 3x2 minus s3 plus a1 equal to 8, 5x1 plus 2x2 minus s4 plus a2 equal to 12, and the non-negativity restrictions x1, x2, s3, s4, a1, a2 should be greater than or equal to 0. This is the standard form of the LPP problem by two-phase method. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ സിംപ്ലെക്സ് ടേബിൾ നമുക്ക് ഡ്രോ ചെയ്യാം കേട്ടോ. ബേസിക് വേരിയബിൾസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഹിയർ ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ ദ ബേസിക് വേരിയബിൾസ്. സോ a1, a2, ആൻഡ് വാട്ട് അബൌട്ട്സ് ദ കോഎഫിഷ്യൻസ് ഓഫ് ബേസിക് വേരിയബിൾസ്? കോഎഫിഷ്യൻസ് ചൂസ് ചെയ്യുമ്പോൾ മാക്സിമൈസേഷനിൽ എടുക്കുക കേട്ടോ. ഇതാണ് സിംപ്ലെക്സ് ടേബിളിലോട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. സോ അപ്പോൾ കോഎഫിഷ്യൻസ് ചൂസ് ചെയ്യുമ്പോൾ മാക്സിമൈസ് ഇസഡിലെ കോഎഫിഷ്യൻസ് ചൂസ് ചെയ്യുക. ആൻഡ് ദ കോഎഫിഷ്യൻസ് ആർ, coefficients of a1 is -1 and a2 is -1. So this is -1, -1, and xb is the right hand side values. Here the right hand side values are 8 and 12. So 8, 12, and x1, x2, s3, s4, a1, a2 denotes the coefficients of variables in the equations. Okay, സോ അപ്പോൾ ഇവിടെ നോക്കാം. x1ൻ്റെ കോഎഫിഷ്യൻ്റ് വരുന്നത് 2, 5, x2ൻ്റെ കോഎഫിഷ്യൻ്റ് 3, 2, s3യുടെ കോഎഫിഷ്യൻ്റ് -1, 0. ദ കോഎഫിഷ്യൻ്റ് ഓഫ് s4 ഈസ് 0, -1. a1ൻ്റെ കോഎഫിഷ്യൻ്റ് 1, 0, ആൻഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് a2 ഈസ് 0, 1. ഓക്കെ, now we are going to find cj, zj and cj minus zj. So what is cj? cj equal to the dot product of the column corresponding to cb and x1. Okay, so this becomes -1 into 2, -2,
plus minus 1 into 5 minus 5, that is minus 2 minus 5, that is minus 7. And here minus 1 into 3 minus 3 plus minus 1 into 2 minus 2, that is minus 3 minus 2, it is minus 5. And here minus 1 into minus 1 plus 1 plus minus 1 into 0 0, that is plus 1, that is 1 plus 0, that is 1. And here minus 1 into 0 0 plus minus 1 into minus 1 plus 1. Here minus 1 into 1 minus 1. And here minus 1 into 0 0 and minus 1 into 1 minus 1. Okay. Now Zj. Zj is the coefficients of variables in മാക്സിമൈസേഷൻ ഓഫ് ഇസഡ്. ഈ മാക്സിമൈസേഷൻ ഓഫ് ഇസഡിൽ വരുന്ന വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ആണ് നമുക്കിവിടെ ഇസഡ് ജിയിൽ എഴുതേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഫേസ് 1 ഇത് ഫേസ് 1 ആണ് കേട്ടോ ചെയ്യുന്നത്. 2 ഫേസ് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ഫേസ് മെത്തേഡിൽ ഫേസ് 1 ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻസ് 0 ആയിട്ട് ചൂസ് ചെയ്യുക, എക്സ്ക്ലൂഡിങ് ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. ആർട്ടിഫിഷ്യൽ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ഒഴിച്ച് ബാക്കി വരുന്ന എല്ലാ വേരിയബിൾസിൻ്റെയും കോഎഫിഷ്യൻസ് 0 ആയിട്ടാണ് ഫേസ് 1 ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ x1ൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആയിട്ട് എടുക്കുക, x2ൻ്റെ കോഎഫിഷ്യൻറ്റ് ശരിക്കും -4ഉം ശരിക്കും -3 -4ഉം ആണ്, ഇത് 0 ആയിട്ട് ചൂസ് ചെയ്യുക. ആൻഡ് s3യുടെ കോഎഫിഷ്യൻറ്റ് 0, s4ൻ്റെ 0. ആർട്ടിഫിഷ്യൽ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻറ്റ് അത് തന്നെ എടുക്കുക. ഇവിടെ -1 അല്ല രണ്ടിൻ്റെയും വരുന്നത്, അപ്പോൾ -1 -1. ഓക്കെ, ഇങ്ങനെ എഴുതാം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് സി ജെ മൈനസ് ഇസഡ് ജെ. വാട്ട് അബൌട്ട് സി ജെ മൈനസ് ഇസഡ് ജെ? ഇറ്റ് ഈസ് -7 -0 is -7, -5 -0 -5, 1 - 0 1, 1 - 0 1, -1 minus of -1, that is -1 plus 1 equal to 0. Here also -1 plus 1 0. So the values of Cj minus Zj. സോ ഇപ്പോൾ ഇവിടെ സി ജെ മൈനസ് ഇസഡ് ജെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂസ് എല്ലാം പോസിറ്റീവ് അല്ല, നെഗറ്റീവ് വാല്യൂസ് വരുന്നുണ്ട്. സോ ദിസ് ഇസ് നോട്ട് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ. സോ അപ്പോൾ ഇറ്ററേഷൻ നമുക്കിനി കണ്ടിന്യൂ ചെയ്യണം. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹിയർ വി ചൂസ് ദ minimum value. Okay, here we choose the minimum value of Cj minus Zj. We all knew that the minimum value is -7. Okay, so ഇപ്പോൾ ഇവിടുത്തെ മിനിമം വാല്യൂ വരുന്നത് -7 ആണ് വരുന്നത്. സോ അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ചൂസ് ചെയ്തു. ഈ കോളമാണ് ഇവിടുത്തെ കീ കോളം വരുന്നത്. സോ അപ്പോൾ x1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളമാണ് ഇവിടുത്തെ കീ കോളമായിട്ട് വരുന്നത് കേട്ടോ. ഇവിടുത്തെ ലീവിങ് വേരിയബിളാണ് അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് വേരിയബിൾ നമുക്ക് ഫൈൻഡ് ചെയ്യണം. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ratio equal to the quotient of right hand side values, that is quotient of the xb and the key column x1, the quotient of xb and the key column x1. So what we get, that is xb is 8 and x1 is 2, that is 8 by 2 equal to 4, and here 12 by 5, 12 by 5. Now we choose the minimum value out of zeros and positives. So here 2.4 or 12 by 5 is the minimum value. So here we choose the row corresponding to this minimum value, and the variable corresponding to this row is the outgoing variable. So here a2 is the outgoing variable and x1 is the entering variable. So in the next table we replace a2 by x1. Okay, so move to the next table എഴുതുമ്പോഴേക്കും ഇവിടെ നമുക്കറിയാം a2 ഈസ് ദ ലീവിങ് വേരിയബിൾ ഓർ ഔട്ട് ഗോയിങ് വേരിയബിൾ. സോ അപ്പോൾ നെക്സ്റ്റ് ഇറ്ററേഷനിൽ a2 എന്ന് പറയുന്ന a2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളങ്ങ് ക്യാൻസൽ ചെയ്ത് കളയുക. ഓക്കെ, ബേസിക് വേരിയബിൾസ് ആയിട്ട് വരുന്നത് a1 ആൻഡ് a2 ഈസ് റീപ്ലേസ്ഡ് ബൈ x1. ഓക്കെ, ആൻഡ് ദ കോഎഫിഷ്യൻസ് ഓഫ് ബേസിക് വേരിയബിൾ നമുക്കറിയാം a1ൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ട് ഇവിടെ ചൂസ് ചെയ്യുന്നത് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ബേസിക് വേരിയബിൾ ഇൻ മാക്സിമൈസേഷൻ ഓഫ് ഇസഡ്. അപ്പോൾ a1ൻ്റെ കോഎഫിഷ്യൻറ്റ് -1 ആണ് വരുന്നത്, -1. ആൻഡ് നെക്സ്റ്റ് വേണ്ടത് x1ൻ്റെ കോഎഫിഷ്യൻറ്റ് എടുക്കുക. മാക്സിമൈസേഷൻ ഓഫ് ഇസഡിൽ x1ൻ്റെ ഒറിജിനൽ കോഎഫിഷ്യൻറ്റ് -3 ആണ്. പക്ഷെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഫേസ് 1 ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ എല്ലാ വേരിയബിൾസിൻ്റെയും കോഎഫിഷ്യൻസ് 0 ആയിട്ട് ചൂസ് ചെയ്യുക, എക്സ്ക്ലൂഡിങ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഒഴിച്ചിട്ട് ബാക്കി വരുന്ന വേരിയബിൾസിൻ്റെ എല്ലാം കോഎഫിഷ്യൻസ് 0 ആയിട്ടാണ് ചൂസ് ചെയ്യേണ്ടത്. സോ അപ്പോൾ ഇവിടെ x1ൻ്റെ കോഎഫിഷ്യൻറ്റ് ഞാൻ 0 ആയിട്ട് ചൂസ് ചെയ്തു.
അപ്പോൾ സി ബിയുടെ കോളം കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ നെക്സ്റ്റ് ചെയ്യുന്നത് കീ എലമെൻറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യും അല്ലേ. സോ അപ്പോൾ ഇവിടുത്തെ കീ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്റ്റിംഗ് എലമെൻറ്റ് ഓഫ് ദ കീ കോളം ആൻഡ് ദ ലീവിങ് റോ. ഓക്കെ, ഈ ലീവിങ് റോയ്ക്കും കീ കോളത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെൻറ്റ്, അതായത് ഇവിടെ 5 ആണ് ഇവിടുത്തെ കീ എലമെൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, ഈ കീ എലമെൻറ്റിനെ 1 ആക്കുക. 5നെ 1 ആക്കാനായിട്ട് ഡിവൈഡ് ദ സെക്കൻഡ് റോ ബൈ 5. ഓക്കെ, 5 വെച്ചിട്ട് സെക്കൻഡ് റോയിനെ ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് R2 ചേഞ്ചസ് ടു R2 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എന്ത് വരും നോക്കാം. ദാറ്റ് ഈസ് 12 by 5 and here 5 by 5 1 and 2 by 5, 0 by 5 0, minus 1 by 5 and here 0 by 5 0. ഓക്കെ, അടുത്തത് ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണിപ്പോൾ കീ എലമെൻറ്റ് 5 ആയിരുന്നു. കീ എലമെൻറ്റിനെ 1 ആക്കി നമ്മൾ ഫസ്റ്റ്. അതാണ് ഈ വരുന്നത്. ഓക്കെ, ഇനി ആ 1ന് തൊട്ട് മുകളിൽ വന്നിരിക്കുന്ന 2 ആണ്. 2നെ നെക്സ്റ്റ് സ്റ്റേജിൽ 0 ആക്കുക. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഓപ്പറേഷൻ ഇതാണ്. ദ ഫസ്റ്റ് റോ R1 ചേഞ്ചസ് ടു R1 മൈനസ് 2 ഇൻറ്റു R2. ഓക്കെ, സോ അപ്പോൾ ചെയ്യുന്നത് ഈ 2 സെക്കൻഡ് റോ, അതായത് ഈ 1നെ -2 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുക, അത് ഫസ്റ്റ് റോ ആയിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, സോ ദ ഓപ്പറേഷൻ ഈസ് R1 ചേഞ്ചസ് ടു R1 മൈനസ് 2 ഇൻറ്റു R2. നമുക്ക് എന്ത് വരും നോക്കാം. ഓക്കെ, സോ ഞാനിപ്പോൾ ഈ XB തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഇപ്പോൾ XBയിൽ ഫസ്റ്റ് എലമെൻറ്റ് 8 ആണ്, സെക്കൻഡ് എലമെൻറ്റ് 12 by 5 ആണ്. നമുക്ക് നോക്കാം എങ്ങനെ വരും നോക്കാം. ദാറ്റ് ഈസ് 8 മൈനസ് 2 ഇൻറ്റു 12 by 5. That is 8 minus 24 by 5. Take the LCM. 40 minus 24 all divided by 5 by 5. So this becomes 16 by 5. 16 by 5. And next one 2 and 1. That is 2 minus 2 into 1. That is 2 minus 2 equal to 0. So here this is equal to 0. And next one is 3 and 2 by 5. That is 3 minus 2 into 2 by 5. That is 3 minus 4 by 5. That is 15 minus 4 by 5 or 11 by 5. So this becomes 11 by 5. And next one is minus 1 and 0. So this becomes minus 1 minus 2 into 0. That is minus 1 minus 0 equal to minus 1. So here minus 1, and here S4 is 0 and minus 1 by 5. 0 minus 2 into minus 1 by 5. That is 0 plus 2 by 5 equal to 2 by 5. So this becomes 2 by 5. And finally A1 is 1 and 0. That is 1 minus 2 into 0. That is 1 minus 0 equal to 1. Okay, so these are the values. Now we are going to find CJ equal to what? Minus 1 into 0 0 plus 0 into 1 0. That is 0 plus 0 0. And next minus 1 into 11 by 5. That is minus 11 by 5 plus 0 into this one. That is minus 11 by 5. And here minus 1 into minus 1 plus 1. This becomes 0. 0 into 0 0. And here minus 1 into 2 by 5. That is minus 2 by 5. And last minus 1 into 1 minus 1. 0 ആയതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് എൻട്രീസ് നോക്കാതിരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ZJ ഫൈൻഡ് ചെയ്യുക. വാട്ട് അബൌട്ട് ZJ? നമുക്കറിയാം കോഎഫിഷ്യൻസ് ഓഫ് വേരിയബിൾസ് ഇൻ Z ആണ് ZJ വരുന്നത്. ഫേസ് 1ൽ അതിൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ട് 0 ചൂസ് ചെയ്യുക, എക്സ്ക്ലൂഡിങ് ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾ. സോ അപ്പോൾ x1ൻ്റെ കോഎഫിഷ്യൻറ്റ് 0, x2ൻ്റെ കോഎഫിഷ്യൻറ്റ് 0, S3 0, S4ൻ്റെ കോഎഫിഷ്യൻറ്റ് 0, A1ൻ്റെ കോഎഫിഷ്യൻറ്റ് മാത്രം -1 ആയിട്ട് ചൂസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് CJ മൈനസ് ZJ. CJ മൈനസ് ZJ എന്ത് വന്നു? 0 മൈനസ് 0 0. ദിസ് മൈനസ് 11 by 5. ആൻഡ് ഹിയർ 1 മൈനസ് 0 1. ദിസ് മൈനസ് 2 by 5. ദിസ് മൈനസ് 1 പ്ലസ് 1. ദറ്റ് ഈസ് 0. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഓൾ വാല്യൂസ് ഓഫ് CJ മൈനസ് ZJ ആർ നോട്ട് പോസിറ്റീവ്. സോ അപ്പോൾ ഒപ്റ്റിമൽ വാല്യൂസ്, സോ അപ്പോൾ കിട്ടിയിരിക്കുന്ന സൊല്യൂഷൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ല. സൊല്യൂഷനിലോട്ട് മൂവ് ചെയ്യാം. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ
CJ minus ZJ minimum value choose ചെയ്യുക. Minimum value is minus 11/5. So its minimum value is minus 11/5. Choose x2 as the key column. So here we choose x2 as the key column. So അപ്പോൾ മിനിമം വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന CJ മൈനസ് ZJയുടെ മിനിമം വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളം x2ൻ്റെ കോളമാണ്. സോ അപ്പോൾ ഇവിടെ x2 ആണ് ഇവിടുത്തെ കീ കോളം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി വോണ്ട് ടു ഫൈൻഡ് ഇറ്റ്സ് ഔട്ട് ഗോയിങ് വേരിയബിൾ. ഫോർ ദിസ് വി ഫൈൻഡ് ദ റേഷ്യോ is xb divided by the key column x2. So this becomes 16/5 by 11/5, that is 16/11, and here 12/5 by 2/5, that is 12/2, 6. Okay, so the minimum value is, now here we choose the minimum value out of zeros and positive, so its minimum value is 16/11. So the variable corresponding to this row is the leaving variable. So here a1 is the leaving variable and x2 is the entering variable. So അപ്പോൾ നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് സിംപ്ലക്സ് ടേബിളിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സിംപ്ലക്സ് ടേബിൾ വരുമ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ a1 ആണ് റിമൂവ് ചെയ്തിരിക്കുന്നത്. a1 is the leaving variable. സോ അപ്പോൾ നെക്സ്റ്റ് ടേബിളിൽ a1ൻ്റെ കോളം ക്യാൻസൽ ചെയ്ത് കളയുക കേട്ടോ. ഓക്കെ, സോ അപ്പോൾ വേരിയബിൾസ് ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. ഇറ്റ്സ് ബേസിക്സ് ആർ a1 ഇപ്പോൾ റീപ്ലേസ് ചെയ്തു. a1 ഈസ് റീപ്ലേസ്ഡ് ബൈ x2. സോ ഇപ്പോൾ ഇവിടെ x2 വന്നു, x2 and x1 and x1 is the basic variables. അതിൻ്റെ കോഎഫിഷ്യൻസ് നമ്മൾ 0 ആയിട്ട് ചൂസ് ചെയ്യുക ഫ്രം ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ആൻഡ് എലമെൻറ്റ് ഇവിടെ എത്രയാണ് വന്നത്? എന്താ കീ എലമെൻറ്റ് എന്ന് പറയുന്നത് ലീവിങ് റോയ്ക്കും എൻട്രിങ് കോളത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെൻ്റാണ്. സോ 11/5 ഈസ് ദ കീ എലമെൻറ്റ്. നെക്സ്റ്റ് ഇറ്ററേഷനിൽ 11/5നെ 1 ആക്കാം. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദ ഫസ്റ്റ് റോ ചേഞ്ചസ് ടു ഫസ്റ്റ് റോ ഇൻറ്റു 5/11. 5/11 വെച്ചിട്ട് ഫസ്റ്റ് റോനെ ത്രൂ ഔട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. ഓക്കെ, സോ അതാണ് നെക്സ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 16/5 ഇൻറ്റു 5/11, that is 16/11. സെക്കൻഡ് വരുന്നത് 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു 5/11, that is 0. എൻ്റെ അടുത്ത് വരുന്നത് 11/5 ഇൻറ്റു 5/11, that is 0. നെക്സ്റ്റ് വരുന്നത് -1 ഇൻറ്റു 5/11, that is -5/11. ആൻഡ് 2/5 ഇൻറ്റു 5/11, that is 2/11. ഇതാണ് ഇവിടെ വരുന്ന എൻട്രീസ്. നമുക്കങ്ങ് എഴുതി വയ്ക്കാം കേട്ടോ. അടുത്തിട്ട് 16/11, 0, 0, -5/11, 2/11. ഇനി ഇവിടെ വന്നിരിക്കുന്ന 2/5നെ നമുക്ക് 0 ആക്കാം. 11/5ൻ്റെ താഴെ വന്നിരിക്കുന്ന എലമെൻറ്റ് 2/5 ആണ്, അതിനെ 0 ആക്കണം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അടുത്ത ടേബിളിൽ ചെയ്യാം കേട്ടോ. ഈ എലമെൻറ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതി വയ്ക്കുകയാണ്. നെക്സ്റ്റ് ടേബിളിൽ ഈ 1ന് താഴെ വന്നിരിക്കുന്ന 2/5നെ നമുക്ക് 0 ആക്കണം. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഓപ്പറേഷൻ സെക്കൻഡ് റോ ചേഞ്ചസ് ടു സെക്കൻഡ് റോ മൈനസ് 2/5 ഇൻറ്റു ഫസ്റ്റ് റോ. സെക്കൻഡ് റോ മൈനസ് 2/5 ഇൻറ്റു ഫസ്റ്റ് റോ. 2/5ൻ്റെ നെഗറ്റീവ് വെച്ചിട്ട് 1നെ മൾട്ടിപ്പിൾ ചെയ്യുക. എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 1 ഇൻറ്റു -2/5 -2/5 ആയി. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ -2/5 + 2/5 0 ആയിരിക്കും. ഓക്കെ, അതെങ്ങനെ വരും എന്ന് നോക്കാം നമുക്ക്. സോ അപ്പോൾ എൻ്റെ വാല്യൂസ് വരുന്നത് ആദ്യം XB തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെക്കൻഡ് റോ എലമെൻറ്റ്സ് വരുന്നത് 16/11 12/5 ആണ്. സോ അപ്പോൾ അത് ചെയ്യുമ്പോഴേക്കും 12/5 മൈനസ് 2/5 ഇൻറ്റു 16/11. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വന്നു? 20/11. സോ അപ്പോൾ ഇവിടെ വരുന്നത് 20/11 ആണ്. നെക്സ്റ്റ് വരുന്നത് 1 മൈനസ് 2/5 ഇൻറ്റു 0, ദാറ്റ് ഈസ് 1 മൈനസ് 0 ഈക്വൽ ടു 1. ഓക്കെ, അടുത്ത് വരുന്നത് 2/5 മൈനസ് 2/5 ഇൻറ്റു ഫസ്റ്റ് റോ എലമെൻറ്റ്, ദാറ്റ് ഈസ് 1, ദാറ്റ് ഈസ് 2/5 മൈനസ് 2/5 ഈക്വൽ ടു 0. And here second row minus, that is 0 minus 2/5 into first row, that is minus 5/11. അപ്പോൾ വരുന്നത് 0
ഇവിടെ നോക്കുക 5 ക്യാൻസൽ ആയിപ്പോയി, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി, അപ്പോൾ 0 പ്ലസ് 2/11 ദാറ്റ് ഈസ് 2/11. സോ ദിസ് ഈസ് 2/11. ഇനി വരുന്നത് സെക്കൻഡ് റോ ദാറ്റ് ഈസ് മൈനസ് 1/5 മൈനസ് 2/5 ഇൻറ്റു ഫസ്റ്റ് റോ ദാറ്റ് ഈസ് 2/11. ഇത് സോൾവ് ചെയ്യുമ്പോൾ 11. സോ ഇവിടെ വരുന്നത് മൈനസ് 3/11 ആണ് കേട്ടോ. എന്ത് ചെയ്യുക, സി ജെ മൈനസ് ഇസഡ് ജെ ഫൈൻഡ് ചെയ്യുക. സി ജെ ഈസ് 0 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 1 0, 0 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0 0, 0 ഇൻറ്റു മൈനസ് 5/11 പ്ലസ് 0 ഇൻറ്റു 2/11 0, 0 into 2/11 plus 0 into minus 3/11 0, and ZJs are the coefficients of variables in objective function. In phase 1 we choose the coefficients of variables in objective function as 0. Okay, 0, x2 ന്റെ coefficient 0, x3 ന്റെ coefficient 0, and the coefficient of s4 is also 0. So this becomes Cj minus Zj equal to 0 minus 0 0, 0 minus 0 0, 0 minus 0 0, and finally 0 minus 0 0. So here the all values of Cj minus Zj's are zeros. So this is the optimal solution. സോ അപ്പോൾ നമ്മുടെ ഇറ്ററേഷൻ പ്രോസസ് ഓഫ് ഫേസ് 1 നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഫേസ് 1 ഇറ്ററേഷൻ സ്റ്റോപ്പ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫൈനൽ ടേബിളിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഒന്നും തന്നെ വരാൻ പാടില്ല. A1ഉം A2ഉം വരരുത്. ഓക്കെ, ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് എങ്ങാനും ഈ ഒരു സ്റ്റേജസിൽ വെച്ചിട്ട് വരികയാണെങ്കിൽ, അതായത് സി ജെ മൈനസ് ഇസഡ് ജെയുടെ വാല്യൂസ് എല്ലാം പോസിറ്റീവോ സീറോസ് ആകുമ്പോൾ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടിയെന്ന് പറയാം. ആ സ്റ്റേജസിലും നമ്മുടെ ആ ഒരു സിറ്റുവേഷനിലും നമുക്കവിടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു LPP പ്രോബ്ലത്തിന് ഫീസിബിൾ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. ഓക്കെ, സോ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ഫേസ് മെത്തേഡിൽ സോൾവ് ചെയ്യുമ്പോൾ ഫേസ് 1ൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുന്ന ലാസ്റ്റ് സ്റ്റേജിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഒന്നും തന്നെ വരാൻ പാടില്ല. ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ആയിട്ടുണ്ടാകണം. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ഫേസ് 1 ടേബിൾ. Now we are going to the phase 2 table. ഫേസ് 2ലെ വേരിയബിൾസ് എഴുതുമ്പോൾ നമ്മൾ ഫേസ് 1ൽ എഴുതി നിർത്തിയിരിക്കുന്ന അതേ വാല്യൂസും വേരിയബിൾസും ഇങ്ങോട്ടേക്ക് എടുത്തെഴുതുക. അതിലാകെ വരുന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ വരുന്ന വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ഒറിജിനൽ കൊടുക്കുക. ഓക്കെ, നേരത്തെ ഫേസ് 1ൽ നമ്മൾ കോഎഫിഷ്യൻസ് ഓഫ് വേരിയബിൾസ് ഇൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എക്സ്ക്ലൂഡിങ് ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് 0 ആയിട്ടാണ് ചൂസ് ചെയ്തത്. ഈ ഒരു ഫേസ് 2ൽ ആ വേരിയബിൾസ് ഒറിജിനലായിട്ട് ചൂസ് ചെയ്യുക. സോ അപ്പോൾ ഇവിടെ വരുന്ന ലാസ്റ്റ് ടേബിളിൽ ഫേസ് 1ൻ്റെ ലാസ്റ്റ് ടേബിളിൽ വരുന്ന ബേസിക് വേരിയബിൾസ് തന്നെ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതുക. ദാറ്റ് ഈസ് x2 x1. ഇനി അതിൻ്റെ കോഎഫിഷ്യൻസ് ഇവിടെ എഴുതിയിരിക്കുന്ന 0 ആണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് എഴുതുമ്പോൾ ഫേസ് 2ലോട്ട് എഴുതുമ്പോഴേക്കും അതിൻ്റെ ഒറിജിനൽ കോഎഫിഷ്യൻസ് ഓഫ് വേരിയബിൾസ് ഇൻ മാക്സിമൈസേഷൻ ഓഫ് ഇസഡ് എഴുതുക കേട്ടോ. കണ്ടോ, അവിടെ നോക്കുകയാണെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് ഇസഡിൽ x1ൻ്റെ കോഎഫിഷ്യൻറ്റ് -3ഉം x2ൻ്റെ കോഎഫിഷ്യൻറ്റ് -4ഉം ആണ് വരുന്നത്. സോ അപ്പോൾ -3 -4 -4ഉം s3യുടെ കോഎഫിഷ്യൻറ്റ് വരുന്നത് -3ഉമാണ് കേട്ടോ. -4 -3 ആണ് വരുന്നത്. ഇനി എക്സ് ബി വാല്യൂസൊക്കെ ഇതേപടി ഇതുപോലെ തന്നെ എടുത്തെഴുതുക. ബാക്കി വരുന്ന എല്ലാ വാല്യൂസും ഇതേപടി എടുത്തെഴുതുക. ദാറ്റ് ഈസ് 16/11 0 1 -5/11 2/11 ആൻഡ് ഹിയർ 20/11 1 0 2/11 ആൻഡ് -3/11. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നെക്സ്റ്റ് നമുക്ക് സി ജെ ഫൈൻഡ് ചെയ്യാം. വോട്ട് ഈസ് സി ജെ ഈക്വൽ ടു -4 × 0 0 plus -3 into 1 that is -3, and here -4 into 1 -4, and here -4 into -5/11 നോക്കാം കേട്ടോ, എന്ത് വരും നോക്കാം. -4 into -5/11 plus -3 into 2/11 -3 into 2/11. The solve ചെയ്യുമ്പോൾ we get 20/11 -6/11 that is 14/11. So this becomes 14/11, and here -4 into 2/11 plus -3 into -3/11 -3/11 that is -8/11 plus 9/11 that is 1/11. So this becomes 1/11. And now find Zj. Zj's are the coefficients of
വേരിയബിൾസ് ഇൻ മാക്സിമൈസേഷൻ ഓഫ് ഇസഡ്. സോ അപ്പോൾ ഇവിടെ നമുക്കറിയാം x1ൻ്റെ കോഎഫിഷ്യൻറ്റ് വന്നിരുന്നത് എത്രയായിരുന്നു? -3. x2ൻ്റെ കോഎഫിഷ്യൻറ്റ് -4. s3 ആൻഡ് s4ൻ്റെ കോഎഫിഷ്യൻസ് 0 ആയിരുന്നു അല്ലേ? Now we are going to find the values of Cj minus Zj. Cj minus Zj യുടെ വാല്യൂസ് ഫൈൻഡ് ചെയ്യുക. എന്ത് വന്നു? Cj minus Zj -3 -3 that is -3 plus 3 0 വന്നു. -4 -4 that is -4 plus 4 0. This is 14/11 minus 0 14/11 and 1/11 minus 0 that is 1/11. സോ അപ്പോൾ ഇവിടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂസ് എല്ലാം പോസിറ്റീവാണ്. സോ അപ്പോൾ Zj മൈനസ് the values of all values of Zj minus Zj's are positive. So this is the optimal solution. ഇതാണ് ഇവിടുത്തെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. സോ അപ്പോൾ നമ്മുടെ ഇറ്ററേഷൻ പ്രോസസ് ഓഫ് phase 2 നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇതിൽ ചൂസ് ദ കോളം കറസ്പോണ്ടിങ് ടു B ആൻഡ് ദ കോളം കറസ്പോണ്ടിങ് ടു XB ആൻഡ് ഇക്വേറ്റ് ദ വാല്യൂസ്. സോ ഫ്രം ഹിയർ വി ഗെറ്റ് x2 equal to 16/11 and x1 equal to 20/11 and the objective function Z is 3x1 plus 4x2. Apply these values to equation, we get Z equal to 3 into 20/11 plus 4 into 16/11. Solving this we get 124/11. This is the minimum value of the given objective function of this LPP problem. ഓക്കെ, കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് സിംപ്ലെക്സ് മെത്തേഡ്, ഇങ്ങനെയാണ് ഒരു LPP പ്രോബ്ലം ബൈ 2 phase മെത്തേഡ് നമ്മൾ സോൾവ് ചെയ്യുന്നത് കേട്ടോ. സോ അപ്പോൾ 2 phase മെത്തേഡ് വെച്ചിട്ട് ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക കേട്ടോ. സോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.